നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്നലെ പിണറായി വിജയന്റെ എൻട്രി ഇന്ന് അങ്ങനെ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. കാണണം. പിണറായി വിജയൻ വീടിന്റെ പുറത്തേക്ക് വന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിണറായി വിജയൻ എം വി ഗോവിന്ദനും പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. ഇന്നലത്തെ ആ ഒരു ED റെയ്ഡിന് ശേഷം അവസാനം ആ ED റെയ്ഡ് കഴിഞ്ഞ് അവർ പുറത്തേക്ക് പോകുമ്പോൾ പിണറായി വിജയൻ തന്റെ വാടക വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ഒരുപക്ഷെ ഏറെ കാലത്തിന് ശേഷമാണ് ജനങ്ങളുടെ മുഖത്ത് നോക്കി ഈ മനുഷ്യൻ കൈകളൊന്നും ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുന്നത്, മുഷ്ടി ചുരുട്ടി പിടിക്കുന്നത്. അവിടെ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് എന്താ പറയുക, അനുഗുണമാകുന്ന വിധത്തിൽ ആ ഒരു മുഷ്ടി ചുരുട്ടി പിടിയുണ്ടല്ലോ, ആ ഒരു മുഷ്ടി ചുരുട്ടിയിലാണ് ഇന്നലെ കേരളം മുഴുവൻ ഒതുങ്ങിപ്പോയതെന്ന് പറയേണ്ടി വരും. എത്ര പെട്ടെന്നാണ് പിണറായി വിജയൻ വിരോധികളെല്ലാം പിണറായി വിജയൻ ലവേഴ്സായി മാറിയത് എന്നാണ് എനിക്ക് തോന്നിപ്പോയത്. ഒരു തരത്തിൽ പറഞ്ഞ പാർട്ടിക്കാരാരുമല്ല ആ ഒരു മാധ്യമ പ്രവർത്തകന്റെ ആ ഒരു പിണറായി വിജയൻ എന്ന് പറയുന്ന ഡയലോഗ് ഉണ്ടല്ലോ, അതിൽ ഒരു അപാരമായിട്ടുള്ള ആവേശമുണ്ട്. ഇനി അയാളെങ്ങാൻ പഴയ സഖാവാണോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് അയാളെ നില വിളിച്ചു പറഞ്ഞത്. പിണറായി വിജയൻ വീടിന്റെ പുറത്തേക്ക് വന്ന പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നമുക്ക് ദൃശ്യങ്ങൾ കാണാം. പിണറായി വിജയൻ എം വി ഗോവിന്ദനും പിണറായി വിജയൻ മുഷ്ടി ചുരുട്ടി പാർട്ടി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുകയാണ്. കണ്ടില്ലേ, ആ ശബ്ദത്തിൽ എന്തോ ഭയങ്കരമായിട്ടുള്ളൊരു ആവേശമുണ്ട്. ആ ആവേശം ഒട്ടും കെടാതെ ജനങ്ങളും നാട്ടുകാരും എല്ലാവരും ഏറ്റെടുത്തു എന്നുള്ളതാണ്. ഇന്നലെ എപ്പോഴും എന്തെങ്കിലും ചോദ്യം ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറഞ്ഞുതരാം, ചോദിക്ക് എന്നോട് ചോദ്യം ചോദിക്കൂ എന്നൊക്കെ പറയുന്ന ഒരു മനുഷ്യന് ഇന്നലെ ഭയങ്കര നിശബ്ദനായിരുന്നു, വാ തുറന്നിട്ടില്ല. അദ്ദേഹം നമ്മുടെ മേനോൻ മന്ത്രിയാണ്. അദ്ദേഹം ഒന്നും മിണ്ടാതെ നിശബ്ദനായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നലെ കണ്ടു എന്നുള്ളതാണ്. ശരി, ആ കാഴ്ചയിലേക്ക് വേണമെങ്കിൽ ഒന്നുകൂടി നമുക്കൊന്ന് പോകാം. ഒന്നും മിണ്ടാനില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവത്തില് കേരളത്തിലെ ആഭ്യന്തരമന്ത്രി, പോലീസ് സേനയെ ഭരിക്കുന്ന മന്ത്രിക്ക് വൻ പരാജയം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. വൻ പരാജയം. ഈ ജനങ്ങളൊക്കെ കൂടുമ്പോൾ അത് അക്രമാസക്തരായിട്ട് മാറാൻ സാധ്യതയുണ്ട്. വലിയൊരു മൊബാണ്. അവിടേക്ക് കൂടുതൽ പോലീസുകാരെ നിയമിക്കണം എന്നുള്ളൊരു സാമാന്യ ധാരണ പോലും ഇല്ല എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഇവിടേക്ക് ED വന്നത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലെ രഹസ്യാന്വേഷണ വിഭാഗം എന്തോ ഉറങ്ങിക്കെടുക്കുകയായിരുന്നോ എന്നുള്ളത് കൂടി നമ്മൾ ഈ മന്ത്രിയോട് തന്നെ ചോദിക്കേണ്ടതാണ്. നമുക്കൊക്കെ എന്ത് സുരക്ഷിതത്വം ഉള്ളത്? ഈ പറയുന്ന ഈ ED ഇവിടേക്ക് വന്ന് അന്വേഷണം നടത്തുമെന്ന് ഒരു തരത്തിലും ഇൻഫർമേഷൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ഇയാളൊക്കെ എന്ത് മന്ത്രിയാണെന്നാണ് നമ്മളൊക്കെ ചോദിക്കേണ്ടത്. ഇദ്ദേഹമൊക്കെ എന്ത് മന്ത്രിയാണ്? ഇനി അതല്ല, ഈ വിവരം മുഴുവൻ അങ്ങ് ഡൽഹിയിലേക്ക് പോയിട്ടുള്ള VD സതീശൻ മേനോൻ മന്ത്രിക്ക് അറിയാമായിരുന്നുവെങ്കിൽ, ആ വിവരങ്ങൾ ഒന്നും RCക്ക് കൊടുത്തിട്ടില്ലെങ്കിൽ VD സതീശൻ രമേശ് ചെന്നിത്തലയ്ക്ക് കൊടുത്തൊരു 8ന്റെ പണിയാണോ ഇത് എന്നുകൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. കാരണം തുടക്കത്തിൽ 1 മാസം തികഞ്ഞിട്ടില്ല, ഈ മന്ത്രിസഭ 1 മാസം തികഞ്ഞിട്ടില്ല. അപ്പോഴത്തേക്ക് തന്നെ ഏറ്റവും മോശം രീതിയിൽ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന, പോലീസ് ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി എന്ന നിലയ്ക്ക് ഇന്നലെ രമേശ് ചെന്നിത്തല മാറി. അദ്ദേഹം പറയുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ല, എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല എന്ന രീതിയിൽ മുഴുവനാണ് ഇന്നലെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. എന്തൊരു മോശത്തരാന്ന് ആലോചിക്ക്. എന്നാൽ ഇന്നലെ അത്യാവശ്യം ഒരു അവധാനതയോടുകൂടി സംസാരിച്ച ഏക മനുഷ്യൻ അത് മുരളീധരനാണ്, കെ മുരളീധരനാണ്. ഈ ചെങ്ങാതി ഈ ഗ്രൂപ്പിലൊന്നും പെട്ടിട്ടില്ല, ഒരു ഗ്രൂപ്പിലും പെടാത്തതിന്റെ ഒരു ബോധം കെ മുരളീധരനുണ്ട്. ഇന്നലെ അത് സംബന്ധിച്ചുണ്ടായിരുന്ന ഈ അന്വേഷണത്തിനുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ കോടതി തള്ളിക്കളഞ്ഞു എന്നാണ് മനസ്സിലാവുന്നത്. അപ്പൊ അതിന്റെ പേരിൽ നടക്കുന്ന റെയ്ഡാണ്. അതിപ്പോ അതിന്റെ വഴിക്ക് നടക്കട്ടെ, അതിനെക്കുറിച്ച് ഞങ്ങൾ അഭിപ്രായം പറയുന്നില്ല. കാരണം ED ആണല്ലോ റെയ്ഡ് നടത്തുന്നത്. EDയുടെ എല്ലാ കാര്യങ്ങളോടും ഞങ്ങൾക്ക് യോജിപ്പൊന്നുമില്ല. ഏതായാലും അവർ നടത്തട്ടെ, എന്നിട്ട് എന്താ കാര്യങ്ങൾ പുറത്തു വരണം. EDയുടെ ഈ റെയ്ഡിനോടൊന്നും ഞങ്ങൾ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. ED അത്ര വലിയ സ്ഥാപനം ഞങ്ങൾക്ക് അഭിപ്രായമില്ല. ഇന്നലെ
അത് സംബന്ധിച്ചുണ്ടായിരുന്ന കണ്ടില്ലേ, ഇതാണ് നമ്മുടെ മുരളീധരൻ പറയുന്നത്. മുരളീധരൻ പിന്നെയും പറയുന്നുണ്ട് ഇതിപ്പോ നാളെ ഞങ്ങളുടെ ഇതിലേക്കും കയറി വരും എന്നുള്ളതാണ്. പക്ഷെ ഏറ്റവും പരാജിതനായിട്ട് എനിക്ക് തോന്നിയത് RC തന്നെയാണ്. അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ നോക്കൂ. CM പിന്നെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ഒരു ആവശ്യമായ കാര്യമല്ലേ, കേരളത്തിന്റെ ആവശ്യമല്ലേ. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റ് നടപടി. അപ്പൊ കണ്ടില്ലേ, ഈ കാര്യങ്ങളെ കുറിച്ച് അയാൾക്ക് ഇങ്ങനൊക്കെ ഓരോന്നൊക്കെ പറയാനുള്ളൂ എന്നുള്ളതാണ്. ഈട് റെയ്ഡിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ നിന്ന് വഴിമാറുക, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന കാര്യമല്ലേ എന്നൊക്കെ പറയുക എന്ന രീതിയിലാണ് കാര്യങ്ങളൊക്കെ അദ്ദേഹം ഇന്നലെ നടത്തിക്കൊണ്ടുപോയത്. എന്തായാലും ഇതിന്റെ ഒപ്പം നമ്മൾ കേരള ജനത ചർച്ച ചെയ്യപ്പെടാതെ പോകുന്ന വേറെ 2 കാര്യങ്ങളുണ്ട്. അത് ഇതാണ്. PK കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തലയും 15 ലക്ഷം രൂപ അവിടുന്ന് മേടിച്ചു എന്ന് പറയുന്നുണ്ട്. അതല്ല നിങ്ങൾക്ക് വിഷയം. തീർച്ചയായും അത് നിങ്ങൾക്ക് വിഷയമല്ലല്ലോ. അതെവിടെയെങ്കിലും നിങ്ങൾ വിഷയമാക്കിട്ടോ? എന്റെ സുഹൃത്തുക്കളെ, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് പിണറായി വിജയന്റെ മകൾ മാത്രമല്ല. ഇനി അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ശിക്ഷ അവർക്ക് കിട്ടട്ടെ എന്ന് നമുക്ക് പറയാം. ഇതിൽ പിണറായി വിജയന്റെ മകൻ മാത്രമല്ല, ഇപ്പോഴത്തെ നമ്മുടെ ആഭ്യന്തര മന്ത്രിയായിട്ടുള്ള രമേശ് ചെന്നിത്തല, പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ഭരിക്കുന്ന രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയും ഇതേ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ട്. അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെന്ന് അവർ തന്നെ സമ്മതിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം അതായത് ED ഇവിടുന്ന് പോയിട്ടില്ല എങ്കിൽ ഇന്നു മുതൽ അന്വേഷണങ്ങളൊക്കെ നടക്കാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും നെഞ്ചത്തോട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ പരിപൂർണമായിട്ട് അറിയുന്ന, അതായത് ഒരു വിവരവും എനിക്ക് അറിയില്ല എന്ന് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്കെതിരെയും ഇന്ന് അന്വേഷണം വരുന്നുണ്ട് എന്ന് രമേശ് ചെന്നിത്തലയ്ക്ക് അറിയില്ല എന്നർത്ഥം. അങ്ങനെയാണെങ്കിൽ അത് മുഴുവൻ അറിയാവുന്ന ഏക വ്യക്തി അത് VD സതീശൻ മേനോൻ മന്ത്രി മാത്രമാണ്, അല്ലേ? വേറെ ആരുമായിരിക്കാനുള്ള ഒരു സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ എന്തൊരു ഡീലാണ് ഈ VD സതീശൻ മേനോൻ മന്ത്രി ഉണ്ടാക്കി വെച്ചിട്ടുള്ളതെന്നൊക്കെ സ്വാഭാവികമായിട്ട് നാട്ടുകാർക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ തോന്നുന്ന സംശയങ്ങളാണ്. ഇതൊന്നും ശരിയാവണമെന്നൊന്നുമില്ല, നമ്മളെ ചില സംശയങ്ങളൊക്കെ നമ്മളിങ്ങനെ പറയാന്നല്ലേ ഉള്ളൂ, അല്ലേ? ഇതൊക്കെ ആകെ മൊത്തം വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തലയും മറ്റൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കി വെച്ചൊരു പണിയാണോ? കാരണം ഭരണം തുടങ്ങി ഒരു മാസമാകുമ്പോൾ ഇതിനെ ഈ ഒരു സംസ്ഥാനത്തിലെ ഏറ്റവും മോശം മന്ത്രി എന്ന രീതിയിൽ ഇപ്പം ഇതിനെ RC മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഇനി നമ്മുടെ ചാനലുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇന്നലെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ചാനലിലെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന ഒരു സ്ത്രീ ആയിരിക്കണം. അവരിന്നലെ തുടങ്ങുന്നതേ ഇങ്ങനെയാണ്: വീണയെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നതാണ് ആരോപണമെങ്കിൽ ആ ചോദ്യം ചെയ്യൽ അങ്ങ് നടന്നു പോകട്ടെ, അതിനുശേഷം അതിനോട് രാഷ്ട്രീയമായി അതിശക്തമായി പ്രതികരിക്കാം എന്ന രൂപത്തിൽ അത് കാണിക്കാമായിരുന്നു. പക്ഷേ പിണറായി വിജയന്റെ 2 വീടുകൾക്ക് മുന്നിലും പാർട്ടി നേതാക്കൾ ആദ്യം എത്തുന്നു, പിന്നീട് പാർട്ടി അണികൾ അവിടേക്ക് ഒഴുകിയെത്തുന്നു. ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് അവിടെ പോകുന്നു. പോലീസിനെ അവിടെ വിന്യസിക്കേണ്ടി വരുന്നു. അപ്പുറത്തുനിന്ന് ED ഉദ്യോഗസ്ഥർക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഈ ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെടുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടത്. യഥാർത്ഥത്തിൽ ഈ ആക്രമണം നമ്മൾ നേരത്തെ പശ്ചിമ ബംഗാളിലും കണ്ടിട്ടുണ്ട്. തൃണമൂൽ പശ്ചിമ ബംഗാളിലെ ഭയങ്കരധികം എന്താ പറയുക, വിക്കോട് കൂടിയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ സ്മൃതി പരുത്തിക്കാട്. അതവിടെ സംസാര ശൈലിയായിരിക്കാം, അതുകൊണ്ട് നമ്മൾ അതിനെ പറയരുത്. എന്തൊക്കെയായാലും അവരെ സംസാരിക്കുന്നിടയ്ക്ക് അവർക്ക് വളരെയധികം വിഷമമുണ്ട്. കാരണം ED ആക്രമിക്കപ്പെട്ടില്ല. നമുക്ക് വിഷമമുണ്ട്, കാരണം ED എന്ന് പറയുന്നത് രാഷ്ട്രീയക്കാരുടെ ഒരു ചട്ടുകം മാത്രമാണ്. അവരെ ആക്രമിച്ചുകൊണ്ടൊന്നും കാര്യമില്ല, അവരെ വാഹനം തകർത്തുകൊണ്ടൊന്നുമല്ല കാര്യമുള്ളത്. അവർക്കെതിരെ ശക്തമായിട്ട് ആ ഒരു സിസ്റ്റത്തിനെതിരെ പോരാടുക എന്നുള്ളതാണ്. എന്തൊക്കെയായാലും നടക്കാൻ പാടില്ലാത്തൊക്കെ നടന്നു എന്ന് പറയാം. ഒരു തരത്തിൽ അങ്ങനെ നടന്നുകൊണ്ട് ഇവിടുത്തെ പാർട്ടിക്കാരൊക്കെ ഒന്ന് ഉണർന്നു എന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം. ഇവിടെ ആ ഒരു ആക്രമണം നടന്നതിന് ഇവരിങ്ങനെ ഭയങ്കര വേദനയോട് കൂടിയിട്ടാണ് ഇവർ ആദ്യ അവസാനം പറഞ്ഞത്. കാരണം പിണറായി വിജയനെ ടാർഗറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് സ്മൃതി പരുത്തിക്കാടിൻ്റെ ഒരു ലക്ഷ്യം. എന്താണ് അപാരമായിട്ട് അവരെന്തൊരു പണ്ടത്തെ എങ്ങാണ്ട് ജന്മത്തിൽ എങ്ങാണ്ട് വല്ല ശത്രുക്കളായ പോലെയാണ്. പക്ഷെ ഇന്നലെ ബിഗ് TVയിലെ വർത്തമാനം വേറെയായിരുന്നു. മുഖ്യമന്ത്രി
കേരളത്തിൽ നടക്കുന്നത് വല്ലതും അറിയുന്നുണ്ടോ? ഇന്ന് ഡൽഹിയിലെ മാധ്യമപ്രവർത്തകർ മുഖ്യമന്ത്രി VD സതീശനോട് ഇക്കാര്യം ചോദിച്ചു. എന്ത് കാര്യവും നിങ്ങൾക്ക് ചോദിക്കാം, എന്തിനും മറുപടി ഉണ്ടാകും. പിണറായി വിജയന്റെ ശൈലിയല്ല തനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അധികാരത്തിലെത്തിയ പൂക്കി സ്മൈലിട്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് മൗനമായിരുന്നു. ആ മൗനത്തെക്കുറിച്ച് പറഞ്ഞു തന്നെ പോകണം. അതുകൊണ്ടാണ് ഇത് ED, മോഡി, VD ഇടപാടാണോ എന്നുള്ള സംശയം ഇടതുപക്ഷം ഉയർത്തുന്നത്. ആ സംശയത്തിന് മറുപടി പറയേണ്ട മുഖ്യമന്ത്രിക്ക് ഇന്ന് മൗനമാണ്. PK കുഞ്ഞാലിക്കുട്ടി എന്തോ പറഞ്ഞങ്ങ് പോകുന്നു. ഞാനൊന്നും പറഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് കൈമലർത്തുന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലാവരും ചേർന്ന് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നത് എന്താണെന്ന ചോദ്യം പൊതുജനം ഉയർത്തുന്നുണ്ട്. ഇവിടെ ഇടതുപക്ഷം എങ്ങനെയുണ്ട്? എല്ലാം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമാണ്. ഇതൊന്നും അറിയാതിരിക്കുന്ന ഒരു പാവം മന്ത്രി അപ്പുറത്തും. എന്തായാലും ഏറ്റവും രസകരമായ കാര്യം ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്, ഇന്നലെ വന്ന EDക്ക് ഒന്നും കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, കയറിങ്ങോട്ട് വരാൻ ആരുവരെയും അനുവാദമില്ലാതിരുന്ന EDക്ക് ഇറങ്ങിപ്പോകുമ്പോൾ അനുവാദം ചോദിക്കേണ്ടി വന്നു. അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു, ഒന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ. ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കുന്ന, നമ്മുടെ നാട്ടിലൊക്കെ പല വിധത്തിൽ അങ്ങനെയൊക്കെ പറയാം. അങ്ങനെയൊക്കെ ഇപ്പോൾ ഈ ഒരു ചാനലിൻ്റെ ഇതിലിടയിൽ പറയാൻ കഴിയുമോ എന്നുള്ളതുകൊണ്ട് ഞാൻ ആ വാക്ക് പറയുന്നില്ല. എന്തായാലും വെറുതെ ഇരിക്കുന്ന അതിന് എന്തൊക്കെയോ ചുണ്ണാമ്പ് തേച്ചിട്ട പോലൊക്കെ ആയി ഇന്നത്തെ കാര്യങ്ങൾ. ഇന്നലെ ചാനലുകൾ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ആളുകളിൽ ഒരാൾ ഒരു പക്ഷേ റിപ്പോർട്ടർ ചാനൽ സ്മൃതിയും, രണ്ടാമത്തെ ആളുകൾ നമ്മുടെ മീഡിയ വണ്ണായിരിക്കും. മീഡിയ വണ്ണിൽ ഇന്നലെ ഏതൊരു വീട്ടിൽ നിന്ന്, പിണറായി വിജയൻ്റെ വാടക വീട്ടിൽ നിന്ന് തന്നെയാവുന്നത്, ഒരു പ്രിൻ്റർ എടുത്ത് പോകുമ്പോൾ മീഡിയ വണ്ണ് ഇന്നലെ അത് പറഞ്ഞത്, അത് പണം എണ്ണാനുള്ള ഒരു സംഗതിയാണ്, മെഷീനാണ്, അതാണ് എടുത്തു കൊണ്ടുപോകുന്നുള്ളതാണ്. അങ്ങനെ അടക്കം എങ്ങനെയെങ്കിലും ഇതിനെ വളരെ നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് പാർട്ടിക്കും ഇവിടെ CPM-നും LDF-നും പൊതുവായിട്ട് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം ഇവർക്കുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ വൻ പരാജയത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഒരു പക്ഷേ ED എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിക്ക് ആദ്യമായിട്ടായിരിക്കാം ഇത്രയും ശക്തമായിട്ടുള്ളൊരു പ്രതിഷേധമൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടാവുക. എന്തായാലും ഇനിയുള്ള ഈ ഒരു മണിക്കൂറുകൾ നമ്മൾ കേൾക്കേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അത് വേറൊന്നാണ്. അന്വേഷണം തീരുന്നില്ല, നേരെ കോൺഗ്രസ് നേതാക്കളിലേക്ക് ഈ ഒരു അന്വേഷണം പോകുന്നു എന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മളെ എതിരേറ്റിട്ടുള്ളത്. നോക്കൂ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, CMRL എക്സാലോജിക് ഇടപാടിൽ വീണ തൈക്കണ്ടിയുടെ മൊഴി പൂർണ്ണമായി വിശ്വാസത്തിൽ എടുക്കാതെ ED സമൻസ് നൽകി വിശദമായി ചോദ്യം ചെയ്യാനാണ് നീക്കം. വീട്ടിലുമായി നടത്തിയ റെയ്ഡിൽ നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടിന്റെ രേഖകൾ ED പിടിച്ചെടുത്തിരുന്നു. വ്യാജ ചെലവ് കാണിച്ച് 132 കോടിയുടെ ഇടപാടാണ് CMRL നടത്തിയത്. 15 വർഷത്തിനിടയിൽ 182 കോടിയുടെ ഇടപാട്. SS ശരണുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ശരൺ, ഇപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വീണ തൈക്കണ്ടിയുടെ കാര്യത്തിൽ പരിശോധന തുടരും. വീണ തൈക്കണ്ടി ഇന്നലെ റെയ്ഡിനിടയിൽ നൽകിയ മൊഴി അത് പ്രാഥമികമായ വിവരം ശേഖരിക്കൽ മാത്രമായിരുന്നു. SFIOയിൽ നേരത്തെ തന്നെ വീണ തൈക്കണ്ടി ഒരു മൊഴി കൊടുത്തിട്ടുണ്ട്. ED ആ മൊഴി കൂടി പരിശോധിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പരിശോധന തുടരുമെന്നാണ്. ഒരുപക്ഷെ സമൻസ് നൽകി വീണ തൈക്കണ്ടിയെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കാനും സാധ്യതയുണ്ട്. അതാണ് വീണയുടെ കാര്യത്തിൽ. രണ്ടാമത്, ഇതിവിടം കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിലുള്ള ചുരുക്കെഴുത്തിലുള്ള മുഴുവൻ നേതാക്കളിലേക്കും വരും. അങ്ങനെയാണെങ്കിൽ രമേശ് ചെന്നിത്തല, അതേപോലെ കുഞ്ഞാലിക്കുട്ടി, ഇപ്പോൾ മന്ത്രിസഭയിലുള്ള അബ്ദുൽ ഗഫൂറിന്റെ പിതാവ് ഇബ്രാഹിം കുഞ്ഞ്, ഇവരിലേക്കൊക്കെ എങ്ങനെയുണ്ട്? കാര്യങ്ങൾ വളരെ പതുക്കെ കോൺഗ്രസിലേക്ക് നീങ്ങുകയാണ്. എന്ന് വെച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയ്ക്ക് നേരിട്ടിട്ട് ഇഷ്ടമില്ലാത്ത ചില ആളുകളിലേക്ക്, രമേശ് ചെന്നിത്തല അല്ല, VD സതീശൻ മേനോൻ സാറിന് നേരിട്ട് ഇഷ്ടമില്ലാത്ത, അദ്ദേഹത്തിന് ഗ്രൂപ്പിൽ പെട്ടിട്ടില്ലാത്ത ആളുകളിലേക്ക് അന്വേഷണം നീങ്ങുകയാണ്. അപ്പോൾ ബൈ.